വളർന്നു വരുമ്പം കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ ഒരു പരിധിക്കപ്പുറത്ത് നമ്മൾ ഇതിനെ ഡോൺ കെയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതുങ്ങൾ പോയി നശിച്ച്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നിപ്പം എന്ത് പ്രതാപമുള്ള വ്യക്തിയാന്ന് പറഞ്ഞാലും അല്ലെ എത്ര കാശുള്ള വ്യക്തിയാന്ന് പറഞ്ഞാലും നാളെ സമൂഹത്തിൽ തലകുനിച്ചിരിക്കാൻ ഉണ്ടാവുന്ന ഏക സംഭവം എന്ന് വെച്ചാൽ ഈ പിള്ളേർ വഷളായി പോയാലാണ്. നാളെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മളെപ്പോഴും ചില സമയത്ത് എനിക്കറിയാവുന്ന ഒരു പല ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ടും കാശുള്ളതും ഭയങ്കര പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരുമാണ്. ഇന്ന് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. കാരണം അവരുടെ മക്കൾ കാണിച്ചു വെച്ചേക്കുന്ന കുറേ വൃത്തികേടുകൾ കാരണം, അല്ലെങ്കിൽ മക്കൾ കാണിച്ചു വെച്ചേക്കുന്ന രീതികൾ കാരണം തല കുനിച്ച് സമൂഹത്തിന് മുന്നിൽ കഴിയേണ്ടി വരും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രശ്നം ജോലി തിരക്കായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉള്ള മാനസിക പ്രശ്നങ്ങളോ ടെൻഷനോ ഒക്കെ കാണും. പക്ഷെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെ അവരെങ്ങോട്ടാണ് പോകുന്നത്, ഇതുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് സമയം കൂടെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതുങ്ങൾ ഇതിലേലൊക്കെ പോകും. 10ലും 11ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റേ വായ്പും കുയ്പും ഒക്കെ വെച്ച് വലിച്ചു വെക്കുന്നവരുണ്ട്. അതൊക്കെ വെച്ച് അവർ സിഗരറ്റൊക്കെ വലിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ല അവരുടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ പുറത്തോട്ട് ഞാൻ നടക്കാൻ ഈവനിങ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങൾ ആണുങ്ങളോട് പോകുന്നവരുണ്ട്. ഓക്കെ, നല്ല ഇപ്പം ഒരു ആണിൻ്റെ കൂടി ഇരിക്കുന്നതിനോ ആണിനോട് സംസാരിക്കുന്നതിനോ തെറ്റുണ്ടെന്നൊന്നും പറയുന്നില്ല. ഇനി നിങ്ങൾക്കൊരു പ്രണയമുണ്ടോ, അതിന് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ബന്ധങ്ങൾ വേറെ രീതിയിലേക്ക് വഴിവിട്ട് പോകുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത്. നാളെ നിങ്ങൾ ഇപ്പോൾ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം, നാട്ടിലുള്ള ആളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ പൈസ ഇല്ല, മറ്റ് പല കാര്യങ്ങളും അവർക്ക് അവൈലബിലിറ്റി നാട്ടിൽ കൂടുതലാണ്. ഈ കുഞ്ഞുങ്ങൾ നാട്ടിലോട്ട് ചെല്ലുമ്പം, ഈ ഒരു മെൻറ്റാലിറ്റിയിലുള്ള കുഞ്ഞുങ്ങളാണ് നാട്ടിൽ ചെല്ലുമ്പം, ഇന്നിപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സിഗരറ്റിനകത്ത് ആ കമ്പ് അങ്ങ് പോകും. ഇപ്പം നമ്മൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ബിയർ കുടിച്ചായിരിക്കും തുടങ്ങുന്നത്. ബിയർ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവന് ബിയറിൻ്റെ കിക്ക് അങ്ങ് പോയി കഴിയുമ്പോൾ അവൻ അടുത്തതിലേക്ക് പോകും. അടുത്തൊക്കെ പോയി ഇന്ന് മദ്യപിക്കുന്ന കുട്ടികളെ വളരെ കുറവാണ് കണ്ടു കിട്ടാൻ. കാരണം അവർക്ക് മദ്യം വേണ്ട. കാരണം മദ്യത്തിനേക്കാളും ലഹരി തരുന്ന ഒരുപാട് സാധനങ്ങൾ നാട്ടിൽ കിട്ടും. അതിന് അവിടെ പലർക്കും ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പണമാണ്. ആ പണം ഈ കുഞ്ഞുങ്ങളുടെ ഉണ്ട്. അത് അപ്പനും അമ്മയും അയച്ചു കൊടുക്കും. കുഞ്ഞുങ്ങൾ വേണം, ആ ബുക്ക് വേണം, ഈ ബുക്ക് വേണം, അല്ല അത് വേണം, ഇത് വേണമെന്ന് പറയുമ്പം ഇഷ്ടം പോലെ കാശ് ചിലപ്പോൾ അയച്ചു കൊടുക്കും.